ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയുന്നത് കേട്ട് അച്ഛനും രേവതിയും സങ്കടപ്പെട്ട് നിൽക്കുന്നു. ചന്ദ്രമതിക്കും മൂത്ത മോനും മരുമകൾക്കും ഇതൊന്നും യാതൊരു പ്രശ്നമല്ല. അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ മകനെ നിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം സങ്കടങ്ങൾ ഉണ്ടായിരുന്നെന്ന് അച്ഛൻ അറിയില്ലായിരുന്നേടാ മോനെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അന്നേരം ഇവിടുത്തെ ചിലവ് ഇങ്ങനെയൊക്കെ ആണെന്നുള്ള കാര്യം അവൾക്കറിയില്ലല്ലോ, അവൾ അറിയാതെ വാങ്ങിയതാണെന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാശ് അവൻ കൊടുക്കട്ടെ എന്ന് സച്ചി പറഞ്ഞു. ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഇന്നേ വരെ 1 രൂപ അവൻ ഈ വീട്ടിൽ തന്നിട്ടുണ്ടോ എന്ന് ചന്ദ്രമതിയോട് സച്ചി ചോദിച്ചു. ഒന്നും പറയാനില്ല. ഇവൻ്റെ ഭാര്യയ്ക്ക് ആർഭാടമായിട്ട് ജീവിക്കണമെങ്കിലേ ആ ചിലവ് അത് ഇവനാണ് ചിലവഴിക്കേണ്ടതെന്നും നമ്മുടെ സച്ചി പറയാം. ഇവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവനല്ലേ വാങ്ങിച്ചു കൊടുക്കേണ്ടത്, ഞാനെന്തിനാ അതൊക്കെ ചിലവാക്കുന്നതെന്നും സച്ചി ചോദിച്ചു. ആർക്കൊന്നും പറയാനില്ല. ആ സമയത്ത് ശ്രുതിക്ക് ഭയങ്കര നാണക്കേടായി. അപ്പോൾ പോയി വാങ്ങിക്കൊടുക്കടാ എന്നിങ്ങനെ സച്ചി ശ്രുതിയോട് പറയുമ്പോൾ സച്ചി നിർത്താൻ പറഞ്ഞു ശ്രുതി. ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ കാശ് തന്നാൽ പോരെ? അപ്പം ശ്രുതി കാശൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു ശ്രുതിയോട് പറയുവാണ്. അപ്പോൾ കാശ് ഞാൻ തന്നോളാം, അധികം വന്ന കാശ് ഞാൻ തന്നോളാമെന്ന് ശ്രുതി തന്നെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ശ്രുതി നേരെ റൂമിലേക്ക് കയറി പോകുന്നു കാശ് എടുക്കാനായിട്ട്. എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ലിസ്റ്റിൽ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പിന്നാലെ കയറിപ്പോയി. എന്നിട്ട് അവൻ പറഞ്ഞ കാര്യമൊന്നും നീ കാര്യമാക്കണ്ട, കാശൊന്നും കൊടുക്കണ്ട ശ്രുതി, ഞാൻ പറഞ്ഞു നിന്ന് കേൾക്കാൻ പറഞ്ഞു. ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ശ്രുതിയെ തുറിച്ചിങ്ങനെ നോക്കുവാണ്. അപ്പോൾ വേണ്ട ശ്രുതി, കാശ് അവിടെ വെക്കുക, നമുക്ക് ആവശ്യം വരും, കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ശ്രുതിക്ക് ഭയങ്കരമായിട്ട് കലിപ്പ് വരുന്നുണ്ട്. ശ്രുതിയുടെ അത്താനെ നേരം ശ്രുതി തിരിച്ചറിയുവാണ്. ഇങ്ങനെ നോക്കുന്ന നോട്ടം കണ്ട് ഇവൻ ദഹിച്ചു പോകുന്ന പോലെ നിൽക്കുക കേട്ടോ. അല്ല പിന്നെ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പറഞ്ഞൊന്നും കേട്ടില്ല. പൈസ എടുത്തുകൊണ്ട് വന്നു. ആ കാശ് കൊണ്ടുവന്ന് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ മോളെ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇയാളുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ലെന്ന് പറയുവാണ് നമ്മുടെ ശ്രുതിയെ. 3500 രൂപ കൂടുതൽ വന്നെന്നല്ലേ പറഞ്ഞത്, ഇത് 3500 രൂപയുണ്ട്, വാങ്ങിക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നു. സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്രമതിയും മോനും കൂടെ ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക. അതെ, ഇവന് നിറയെ കടമുണ്ട്, അങ്ങനെ ഇവൻ്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല എന്ന് അച്ഛൻ ശ്രുതിയോട് പറയുന്നു. സച്ചിയും രേവതി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്തവണ ബില്ല് കൂടിയപ്പോൾ അവൻ പറഞ്ഞു പോയതാ, ഇവൻ അങ്ങനെ ഒന്നിനും കണക്ക് പറയുന്നവനല്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പം എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല അങ്കിളെന്ന് ശ്രുതി പറയുക. വലിയ ആളായിക്കൊണ്ട് അവൻ ചുമ്മാ പറഞ്ഞതാ മോളെ, കാശ് കൊടുക്കുമെന്ന് വേണ്ട എന്ന് ചന്ദ്രമതി. നീ കാശ് കൊടുത്താൽ അവൻ വാങ്ങിക്കില്ല എന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു വാങ്ങിക്കില്ല, നിങ്ങളതാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതാട്ടി പറിച്ചിങ്ങ് വാങ്ങിച്ച് ചന്ദ്രമതി ചമ്മി. എന്നിട്ട് ആ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ട് അവിടെ നിൽക്കുക. രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഇനി മേലാൽ ഇങ്ങനെ സംസാരിക്കരുത് എന്ന് സച്ചിയോട് പൈസ കൊടുത്തിട്ട് ശ്രുതി വലിയ രീതിയിൽ പറഞ്ഞപ്പം ഈ രീതിയിലുള്ള സാധനങ്ങൾ ഇനിയും വീട്ടിൽ വാങ്ങിയാൽ ഇതിൻ്റെ അപ്പുറം ഞാൻ സംസാരിക്കുമെന്ന് നമ്മുടെ സച്ചി ശ്രുതിയോട് പറയുകയും ചെയ്തു. ശ്രുതി അന്നേരവും ചമ്മി. അങ്ങനെ മൊത്തത്തിൽ ചൂളി നിൽക്കുവാണ്. ഇനി വീട്ടു ചെലവ് നീ മാത്രം ചെയ്യണ്ട, ഞങ്ങളും ചെയ്തോളാം എന്ന് ശ്രുതി ഇങ്ങനെ പറയാം. ഈ മാസം ശ്രുതിക്ക് ശമ്പളം കിട്ടും, അടുത്ത മാസത്തെ മുഴുവൻ ചെലവ് ഞങ്ങൾ വഹിച്ചോളാമെന്ന് ശ്രുതി പറഞ്ഞപ്പം ഓഹോ എന്ന് ശ്രുതി ചുമ്മാ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ പറയുമ്പം ഇവൻ പറഞ്ഞത് ശരിയല്ലേ, എനിക്ക് ആവശ്യമുള്ളത് ശ്രുതിയല്ലേ വാങ്ങി തരേണ്ടതെന്ന് ശ്രുതി ചോദിക്കുക. അപ്പോൾ പിന്നെ ഇനി മുതൽ 1 രൂപ പോലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കണ്ട എന്ന് ശ്രുതി പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടുന്നത് വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പം അച്ഛാ കണ്ടല്ലോ, അവൻ്റെ ഭാര്യയാണ് സംസാരിക്കുന്നത്, മനസ്സിലായോ? അവനെ നോക്കച്ഛൻ, ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ കഴിക്കാൻ വന്നതുപോലെ അവൻ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ശ്രുതി പോലും അറിയാതെ ശ്രുതിയുടെ തനി നിറം ആ വീട്ടിൽ പുറത്താവുന്നു. അപ്പം എന്തായാലും നിങ്ങൾ പറഞ്ഞതൊക്കെ അവനോട് പറയാൻ പറഞ്ഞു. പറയടാ, കേൾക്കട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ, പറയടാ എന്ന് നമ്മുടെ സച്ചി ശ്രുതിയോട് പറയുമ്പം അല്ല അത് പിന്നെ എനിക്ക് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പം അത് പുറത്ത് വരട്ടെ, നീ പപ്പപ്പാടിയാതെ കാര്യം പറയാൻ സച്ചി പറയുവാണേ. ശ്രുതി ഇവരങ്ങനെ പലതും പറയും. ശ്രുതി അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം കേട്ടല്ലോ, അവന് കാശ് വാങ്ങിക്കാനേ അറിയൂ, കൊടുക്കാനും അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും കേട്ട അച്ഛനൊന്നും മിണ്ടുന്നില്ല. നാണം ഉണ്ടോടാ നിനക്ക് എന്നൊക്കെ സച്ചി ചോദിച്ചപ്പോൾ സച്ചി വേണ്ട, പറഞ്ഞേക്കാം ഞാൻ, എൻ്റെ ഹസ്ബൻഡിനെ ഇൻസൾട്ട് ചെയ്ത് നീ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സച്ചി നോക്കുക. എനിക്കത് ഇഷ്ടമല്ല എന്ന് തന്നെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. വീട്ടുചെലവിനുള്ള കാശ് ഞാൻ തരുമെന്ന് പറഞ്ഞല്ലോ, ഇനി കൂടുതൽ സംസാരം വേണ്ടെന്ന് പറഞ്ഞപ്പം നീയും കൂടുതൽ സംസാരിക്കേണ്ടെന്ന് സച്ചി ശ്രുതിയോട് പറയുക. അച്ഛാ ഓവർ ആവരുതെന്ന് പറഞ്ഞേക്ക് ഇവളോടെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ നടുക്കടൽ നിൽക്കാം. ഇവൻ അടിച്ചു വാരിക്കൊണ്ട് പോയ കാശുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് സുഖമായിട്ട് കഴിയായിരുന്നല്ലോ, ഇല്ലേ? അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി. പിന്നെ എത്രയോ കാലം അച്ഛൻ കുടുംബം നോക്കി, ഇപ്പം ഞാൻ നോക്കുന്നു, കുറച്ചു കാലം ഇവർ നോക്കട്ടെ.
ഇവരാൽ കഴിയുന്നത് ഇവരും സഹായിക്കട്ടെ, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമ്മുടെ സച്ചി തന്നെ എഴുതി വെക്കുകയാണ് അവിടെ. അടിവരയിട്ട് പറഞ്ഞു. ഇവർ പെട്ടു, പ്രത്യേകിച്ച് ശ്രുതി പെട്ടു. ഇതെല്ലാം കൂടെ ശ്രുതിയുടെ തലയിലാണ് വന്ന് വീണിരിക്കുന്നത്. തുള്ളിച്ചാടി ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി. അയ്യോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിൽക്കുന്ന സമയത്ത്, ടാ നിന്റെ ഭാര്യക്കുള്ള ചുണ പോലും നിനക്കില്ലാണ്ടായി പോലടാ, കഷ്ടം, അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് കൊടുക്ക ചെല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുക. രേവതിയോട് സാധനമൊക്കെ കൊണ്ടുവയ്ക്കാനും പറഞ്ഞു. എടാ അവള് കരഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോയത്, അവൾ എങ്ങനെ അകത്തേക്ക് കയറിപ്പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു. രേവതി എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നേ വരാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് കഴിച്ചാൽ പോരെ എന്ന് രേവതി ചോദിച്ചപ്പം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു സച്ചി. അച്ഛാ ഞാൻ വരുമ്പോൾ അച്ഛനെ കഴിക്കാനുള്ള വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടടാന്ന് അച്ഛനും പറഞ്ഞു. നീ വാ രേവതി എന്ന് പറഞ്ഞു. രേവതി പിടിച്ച് വലിച്ചു കൊണ്ടുപോകാം. അപ്പം നിൽക്കി ഞാനതൊക്കെ കൊണ്ട് അകത്ത് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ശരി ഞാൻ പുറത്തുണ്ടാവും, നീ വേഗം വാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് നമ്മുടെ സച്ചി അങ്ങ് ഇറങ്ങിപ്പോയി. സച്ചി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ സുധിയെ നോക്കുക. സുധിയാണെങ്കിലോ അന്നേരം ഭയങ്കര ടെൻഷൻ അടിച്ച് വല്ലാതെയായി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ചന്ദ്രമതിയും ആകവിതായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ശ്രുതി റൂമിലിരുന്ന് കരയും കേട്ടോ. ശ്രുതിയാണെങ്കിൽ അപമാനിച്ചൊരു പരുവാക്കിയല്ലോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കയറി ചെന്നു. ശ്രുതിയെ സോപ്പിടാൻ നോക്കുക. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും അടുക്കുന്നില്ല. ശ്രുതി എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു ശ്രുതിയോട്. അപ്പോൾ ഞാൻ അത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അപമാനിച്ചു, അവൻ പറഞ്ഞതൊക്കെ നിങ്ങളും കേട്ടതല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് നിങ്ങൾ മിണ്ടാതെ നിന്നില്ലേ, എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചോ? നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ വാ തുറക്കില്ല, എന്നെ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മറുപടി പറഞ്ഞൂടെ, കഷ്ടം എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ടപ്പോൾ അവൻ പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടാൽ പോരെ, മറുപടി പറയാൻ നിന്നാലേ അവൻ നിർത്തില്ല എന്ന് പറഞ്ഞു. വഴക്കടിച്ചുകൊണ്ടേയിരിക്കും. അതെ ശ്രുതി, മൗനം വിദ്വാന ഭൂഷണം എന്നല്ലേ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം നല്ല വിദ്വാൻ തന്നെയാണെന്ന് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി തല കുനിച്ചിങ്ങനെ നിൽക്കുക. സ്വന്തം ഭാര്യയെ മറ്റൊരുവിനെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും മൗനത്തിലിരിക്കുന്നവനെ വിദ്വാൻ എന്നല്ല വിളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ശ്രുതി അവനോടൊന്നും സംസാരിക്കരുത്, ഒട്ടും ഡീസൻസി ഇല്ലാത്തവനാ, അവൻ്റെയൊക്കെ ലെവലിലേക്ക് ഇറങ്ങി എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഓരോ ന്യായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യ ഒരുത്തൻ എല്ലാവരുടെയും മുന്നിലിട്ട് അപമാനിക്കുമ്പോൾ വായു മൂടിക്കേട്ട് നിൽക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അതിനന്നേരം ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളെ വിശ്വസിച്ച ഈ വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ കഴിയുമെന്ന് ചോദിച്ചപ്പം എൻ്റെ ശ്രുതി ഞാൻ പറയുന്നത് കേട്ടില്ലേ, അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങളെപ്പോലെ അല്ല ഞാൻ, എനിക്ക് ആത്മാഭിമാനം എന്നൊന്നുണ്ട്, സെൽഫ് റെസ്പെക്റ്റും ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ എനിക്കൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നത്? ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറയുന്നതും കേട്ട് നിങ്ങൾ മിണ്ടാതെ നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അതിനൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ എൻ്റെ ശ്രുതി അവൻ പഠിപ്പില്ലാത്തവനാ, അവനെപ്പോലെ പഠിപ്പുള്ള എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അവനോളം താഴാനും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ആര് പഠിച്ചവൻ ആര് പഠിക്കാത്തവൻ മണ്ടൻ എന്നൊന്നും നോക്കിയല്ല, ആര് വീട്ടു ചിലവൊക്കെ നോക്കി വീട് നോക്കുന്നോ അവർക്കേ വിലയുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാവുകയുള്ളൂ. അവൻ്റെ ചിലവിൽ നമ്മൾ കഴിഞ്ഞാലേ എന്ത് വിലയുണ്ടാകും നമുക്കിവിടെ എന്ന് ചോദിച്ചപ്പോഴും ഇവർക്കൊന്നും പറയാനില്ല. എൻ്റെ ഭർത്താവിൻ്റെ ചിലവ്, എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്ന കാശൊക്കെ രേവതി പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇന്നത് പൂർണ്ണമായെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് ഭയങ്കര ദേഷ്യപ്പെട്ടു. ചന്ദ്രമതി ഇവർ പറയുന്നത് കേട്ടോണ്ട് വന്നു കേട്ടോ. എല്ലാം കേട്ട് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ശ്രുതി മകനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതിയുടെ ചങ്ക് പൊടിയാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന മുഴുവൻ ചന്ദ്രമതി ഒളിച്ച് നിന്ന് കേട്ടു. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു. അമ്മ വന്നപ്പോൾ മകളിരുന്ന് ഭയങ്കര കരച്ചിൽ. മോളെ അമ്മ സമാധാനിപ്പിക്കുമ്പോൾ അമ്മ ഇപ്പം ഇവിടെ വന്നൊന്നും പറയണ്ട അമ്മേ, സച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്, ഞാൻ അവനോട് മറുപടി പറയാത്തതിന് ഇവൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളിങ്ങനെ കരയല്ലേ, വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതി സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ശ്രുതി ഭയങ്കര പൂങ്ങണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ, അവനോട് മറുപടി പറഞ്ഞ് അവൻ നിർത്തത്തേ ഇല്ല, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറയാം. അതൊക്കെ കേട്ടിട്ടും ശ്രുതി ഇങ്ങനെ കരച്ചിൽ നിർത്തുന്നില്ല. ഞാൻ ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല, എൻ്റെ അമ്മ അല്ല എൻ്റെ അച്ഛൻ പോലും ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊന്നും പറയില്ലല്ലോ, വലിയ കോടീശ്വരനല്ലേ, ഇവനെ പോലെ എച്ചി കണക്ക് പറയും അദ്ദേഹം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നു. ഒരു 3500 രൂപയ്ക്ക് വേണ്ടിയാണ് സച്ചി കണക്ക് പറഞ്ഞത്. അവനെ കൊണ്ട് രേവതി പറയിപ്പിച്ചതാ, അവൾ പുറകെ നിന്ന് കുത്തിവിട്ടതാണെന്നൊക്കെ പറയുമ്പം എല്ലാം കേട്ട് ശ്രുതി അങ്ങും മിണ്ടാതെ നിന്നത് എനിക്ക് സങ്കടം. അപ്പോൾ ഇവനൊരു പാവമല്ലേ മോളെ, അവനെ പോലെ വഴക്കുണ്ടാക്കാനൊന്നും അറിയില്ല, ഇവൻ പഠിപ്പുള്ളവനല്ലേ,
അതിൻ്റേതായ ഒരിതാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും അമ്മ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മോളതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനി അവനെ കൊണ്ട് അങ്ങനെ പറയിക്കാനിട ഞാൻ വരത്തില്ല ആൻറ്റി. ശ്രുതിക്ക് കിട്ടുന്ന സാലറി മുഴുവനും ഈ വീട്ടു ചെലവിന് ഞാൻ കൊടുക്കുമെന്ന് ചന്ദ്രമതിയോട് പറഞ്ഞപ്പോഴത്തേക്കും അയ്യാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് അമ്മയും മോനും. പണിയും പോയി പാപ്പരാസിയായിട്ട് നിൽക്കുന്നവന് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് ആ ചിന്ത. ഇനിയും അപമാനം എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് ശ്രുതി പറഞ്ഞപ്പം കൊടുക്കണം, ചെലവിന് നമ്മൾ കാശ് കൊടുക്കണം, ശ്രുതിക്ക് ശമ്പളം കിട്ടുമല്ലോ എന്നും പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് മനസ്സിലായി പണി കിട്ടിയെന്ന്. അപ്പോൾ അതും പറഞ്ഞ് ഇവർ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി പോവുക. അപ്പോൾ നീ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. കാർ ഷോറൂമിൽ. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിടാ പോയിട്ട് വരാൻ പറഞ്ഞു ശ്രുതിയെ പറഞ്ഞു വിടുന്നു അമ്മ. ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ചന്ദ്രമതി വന്നിട്ടാണെങ്കിലോ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് ചന്ദ്രമതി അങ്ങ് പോയപ്പോൾ ഈ പറയുന്ന ശ്രുതിയുടെ തനി നാറം പുറത്തൊരു ഒരു വല്ലാത്ത ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുകയാണ് ശ്രുതി എന്ന് പറയുന്ന മുതൽ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ പോണു. അപ്പോൾ എന്തിനിപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത്? അപ്പം ഞാൻ വീട്ടിൽ തിരികെ വന്ന ഉടനെ പ്രശ്നം തുടങ്ങിയല്ലോ എന്നൊക്കെ ചോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. അവൻ്റെ ഭാര്യയുടെ താളത്തിനോ താടുന്നതിൻ്റെ പ്രശ്നം, അവൻ്റെ ഭാര്യയ്ക്ക് മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ അവനാ വാങ്ങിച്ചു കൊടുക്കേണ്ടത്, ഞാനല്ല, അതിനെന്തിനാ എൻ്റെ തല എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ പറയണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ശ്രുതിയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊള്ളട്ടെ എനിക്ക് എന്നാന്ന് ചോദിച്ചു സച്ചി. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, ശ്രുതി ആരാണെന്ന് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം രേവതിയോട് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പോണു. ആ സമയത്ത് ആ വഴിയിലൂടെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും കൊച്ചും കൂടെ നടന്നു വരുമായിരുന്നു. അപ്പോൾ ആൻറ്റിയെ കാണാൻ പോവുകയാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആൻറ്റിയെ കാണണം, എന്തായാലും വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞു കൊച്ചിങ്ങനെ അമ്മയോട് പറയുവാണ്. അപ്പോൾ അമ്മമ്മ എത്ര കാലം നിൻ്റെ കൂടെ കാണുന്നൊന്നും പറയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഈ അമ്മ കൊച്ചിനോട് സങ്കടങ്ങൾ പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് വീണ്ടും തലകറക്കം ഉണ്ടായി. കൊച്ചും തൊട്ടരികിലുണ്ട്. തല കറങ്ങി അമ്മ അവിടെ വീണു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഓടിക്കൂടി. അപ്പം എന്തു പറ്റി എന്ന് ചോദിച്ചാൽ എല്ലാവരും വരുന്നത്. അപ്പോൾ കണ്ണ് തുറക്കാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷെ അമ്മ കണ്ണ് തുറക്കുന്നില്ല. എന്തായാലും കൃത്യസമയത്താണ് രേവതിയും അതുപോലെ സച്ചിയും കൂടെ അതിൽ വരുന്നതും ഈ ഒരു അവസ്ഥ കാണുന്നു. അവർ വേഗം തന്നെ ആദ്യക്കുട്ടനെ കണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ വാരിയെടുത്ത് ഇവർ ആശുപത്രി കൊണ്ടുപോവുക. അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോഴത്തേക്കും ആശുപത്രി കൊണ്ടുവന്നാക്കി. കൊച്ചിൽ നിന്ന് ഭയങ്കര കരച്ചിൽ അമ്മയെന്നും പറഞ്ഞ് വിളിച്ച്. ആ സമയത്ത് ബോധം തെളിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ ആദ്യക്കുട്ടൻ കാര്യങ്ങളെല്ലാം രേവതിയോടും സച്ചിയോടും പറഞ്ഞ് ഞങ്ങൾ നടന്നു വരുമായിരുന്നു. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ എത്ര നാളിന് കൂടെ കാണില്ലെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആ ഒരു ഇതിൽ കൊച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചിയും രേവതിയും നെഞ്ചു പിടയുന്ന വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് കേട്ടിട്ടില്ലേ? ശ്രുതിയുടെ അവസ്ഥയും ഇത് തന്നെ ആകാൻ പോവുകയാണ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.